അപ്പോൾ നമ്മളെ ലോഡിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ചെറിയ വണ്ടിയിൽ ഒന്നിങ്ങനെ ഇറങ്ങണം. കിളന്തപ്പഴം ചെറിയ വണ്ടിയിൽ വന്നിട്ട് ചാക്കാക്കാം. ഇത് കറുത്ത ചാക്കാണ്. ഇല്ലയോ രാവിലെ നാളെ തന്നെ ലോഡിങ് തുടങ്ങിയത്. भैया चाय है नहीं? कोल्ड ड्रिंक बस कोल्ड ड्रिंक. चाय इधर मिलता है? सीधे जाना? हाँ मेन रोड में जाना. ചായൻ്റെ വെള്ളം കിട്ടുന്നെങ്കിൽ ഇപ്പോൾ മെയിൻ റോട്ടിൽ പോകണം. എടാ വേറെ ചായ അല്ല. ആ എന്നാൽ വാങ്ങിക്കോ. അവിടേക്ക് പോകണമെന്നാണ്. ആ എന്നാൽ വാങ്ങിക്കോ. അവർക്ക് പോകണ്ട്. ആ ആയിക്കോട്ടെ. ഇവിടെ ഒരു പെട്ടി പോലെ ഉണ്ട്. അതിലും ഇല്ല നമ്മൾ വണ്ടി നിർത്തിയില്ലേ, അതിന് കുറച്ച് അപ്പുറത്തുണ്ട് സമോസയും ചായ. ആ ആയിക്കോ. ആ എന്നാ പോയിക്കോ. അല്ല പോയിക്കോ. പൈസ ഇല്ലാണ്. कितना पैसा लिए? 200. അപ്പോൾ ചായ പാർസൽ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഓഫീസ് എവിടെ പറഞ്ഞോളൂ. ചായ എടുക്കട്ടെ രാവിലെ, പിന്നെ കുറച്ച് അതിൻ്റെ ഭക്ഷണം ഉണ്ടാകാം. വാ. അപ്പോൾ അതാ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞിട്ടോ. സംഗതി കുറച്ച് ഐറ്റ് ഉണ്ട്. ഒരു ഭാഗത്ത് ഈ ഐറ്റിൽ നിർത്തിയതാണ്. നമുക്കൊരു 23 ടണ്ണ ഈ ഐറ്റിൽ കിട്ടുള്ളൂ. ഇനി ടണ്ണ് വേണമെന്നുണ്ടെങ്കിൽ ഐറ്റ് കൂടും. അപ്പോൾ അത് വേണ്ട നമുക്ക്. ഐറ്റ് ചെറിയ ഐറ്റ് മതി. അപ്പോൾ ഇനി പായിടട്ടെ. അപ്പോൾ ഇനി പണിക്കാർ വരട്ടെ പായിടാൻ. ആ ടീൻ വണ്ടി നെല്ലൂർക്കുള്ള വണ്ടിയാണ് കേട്ടോ. അതും ഇതേ ലോഡാണ്. ഇളന്തപ്പഴം ഒരു ഇങ്ങനത്തെ കയറ്റാൻ പോകാൻ എത്ര വട്ടം തൂക്കി പോയത് പോലെ, ഓരോ ചാക്കിന് തൂക്കണ പോലെ ഒരു 4-5 പ്രാവശ്യമായി. ഇത് ഞാൻ മാറ്റി തരാം. ഇത് വണ്ടി ഈ തണലത്തേക്ക് ഫ്രണ്ട് ഇട്ടാണ്. നമുക്കൊന്ന് ഭക്ഷണം ഉണ്ടാക്കാം. പോട്ടെ. ഞാൻ നേരെ പോരാ മതി. നേരെ വെച്ചതാണ് ഇതൊക്കെ. മതിയടാ നടന്നാട്. അപ്പോൾ നമ്മളെ പണിക്കാരെത്തിയിട്ടുണ്ട്. പായിട്ടാണ്. ഇനി പായിടണം. നമുക്ക് ഇവിടുന്ന് നോ എൻട്രി കിട്ടും. നമ്മൾ ടൗണിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ രാത്രി കയറി വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് രാത്രി 9 മണിക്ക് ശേഷം ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പായൊക്കെ ഇട്ടിക്കാണ്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് രാത്രി ബില്ല് കിട്ടിയതിന് ശേഷം യാത്ര അങ്ങനെ പുറപ്പെടാം. थोड़ा आगे खींचो, पीछे ज़्यादा है. आगे खींचो थोड़ा. पीछे ज़्यादा है, आगे खींचने है. आओ पीछे ज़्यादा है. तानो आगे जाके तानो. आगे जाके तान लो. ज़्यादा है. तानो. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിച്ച് ഇങ്ങനെ നിർത്തിയതാണ് നമ്മൾ. നോ എൻട്രി കഴിയാനുള്ള സമയത്തിന് വെയിറ്റ് ചെയ്യട്ടോ. 9 മണിക്കാണ് നോ എൻട്രി. ഇപ്പോൾ സമയം 7 മണി ആയി. പരിപാടിയൊക്കെ കഴിച്ചിങ്ങനെ നിർത്തിയതാണ്. നേരെ യാത്ര തുടരാം. നമ്മൾ നോ എൻട്രി കഴിഞ്ഞാൽ ബില്ല് വാങ്ങാൻ പുറപ്പെടാം. അപ്പോൾ ചങ്ങായിമാരാ, നമ്മളെ യാത്ര ഇതാ നമ്മൾ ലക്നൗ നോ ഡൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ യാത്രയിൽ ചെറിയൊരു ആക്സിഡൻറ്റ്. ആ പോണ വണ്ടിൻ്റെ മൂട്ടിൽ ഈ വണ്ടി ഇടിച്ചു. ഈ വണ്ടിൻ്റെ മൂട്ടിൽ ആ തൊട്ടടുത്ത് വണ്ടി ഇടിച്ചു. അങ്ങനെ റോഡ് ബ്ലോക്ക്. ചെറിയൊരു തട്ടുമുട്ട്. ഇവിടെ ഡിവൈസ് ഉണ്ട്. റോഡ് അവിടെ എന്താ പണിയെടുക്കണമെന്താ തിരിഞ്ഞ് പോകണ്ട് ഇവിടെ. അപ്പോൾ അതിന് ചവിട്ടിയത് മുന്നത്തെ വണ്ടി.
അപ്പോൾ ആകെ തട്ടി 3 വണ്ടി തട്ടി. മുന്നേ പോണ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ബാക്കിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മറ്റുള്ള 2 വണ്ടിൻ്റെ ഫ്രണ്ടേജ് പോയി. ഈ വണ്ടിൻ്റെ ഫ്രണ്ടേജ് പോയി. അതിൻ്റെ ബാക്കിൽ തട്ടിയ വണ്ടി. लोकल वाला फिर ഇപ്പോൾ ആ 2 വണ്ടി തീരുമാനമാക്കിയാലേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. വെയിറ്റ് ചെയ്യാം, വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം. മുന്നിലെ വണ്ടിൻ്റെ പവർ സ്റ്റാറിങ്ങിൻ്റെ പൈപ്പൊക്കെ പൊട്ടിയിട്ടുണ്ട്, അതാണ് പ്രശ്നം. റോഡ് നിറച്ച് കൂടുവണ്ടി തന്നെ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ 1-2 വണ്ടി നമ്മളുണ്ടാവുന്നല്ലാതെ കണ്ടില്ല, അങ്ങോട്ടൊക്കെ ഫുള്ള് കൂടുവണ്ടികളാണ്. ബ്ലോക്ക് ടാങ്കറാന്നുണ്ടല്ലേ. അതാണ് ആ റോഡിൻ്റെ ബ്ലോക്ക്. അപ്പോൾ സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ക്യാബിൻ മേലെ ഇനി തട്ടുമോ? ഇനി പിന്നാടി വെക്കണോ? കുറച്ചുകൂടി പിന്നാടി വെക്കണോ വണ്ടി? കാറൊക്കെ ലാസ്റ്റ് റെഡിയാക്കാം. പണി കുറേ എടുക്കാണ്ട്, വൈകുന്നേരം പണിയില്ലേ. അപ്പോൾ നമ്മൾ നീണ്ട 2 മണിക്കൂറിൻ്റെ പരിശ്രമം ഈ അവസ്ഥയിലാക്കിയത് കേട്ടോ. 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്ര ആക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം ജീവൻ നോക്കണമല്ലോ, ഇത് തലേക്ക് ചാടണ്ടേ. പായി കയറ് വെൽറ്റ് ഒരു അവസ്ഥയിലാണ് ആയിട്ടുള്ളത്. നിന്ന ഇപ്പോൾ തിന്നിട്ടൊക്കെ മതി, ടൈം നിന്നിട്ട് മതി. വെയിലാണ്, കട്ടിൻ്റെ വെയിൽ. ഇനി എത്ര പണിയെടുക്കണം? 2 മണിക്കൂർ, 8 മണിക്ക് തുടങ്ങില്ല, 10 മണി കഴിഞ്ഞു. പായി ഒന്ന് കഴിച്ച് കിട്ടാൻ. ഈ സൈഡ് ഫ്രണ്ടൊന്നും കുഴപ്പമില്ല, പക്ഷേ ബാക്ക് ഇപ്പോൾ സെൻറ്റർ കൊണ്ട് ഇങ്ങോട്ട് തള്ളിപ്പോയത്. അവർ 15 ബെൽറ്റൊക്കെ കിട്ടുമ്പോൾ കിട്ടും. ഇവിടെ എന്താ ഉണ്ടാക്കുന്നത്? ജാമോ പുളിച്ചാറോ അതിലൊരാൾ കൊണ്ടുവരുന്നുണ്ട്. എത്തിയോ? ആ ഷോബാസ്, ഇതാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഷോബാസ് അച്ചാറ് അല്ലേ, പിക്കിള്. ആ പൊടിയുണ്ട്, പൗഡർ. കൊഞ്ചം കൊടുങ്ക പൊണ്ടാട്ടിക്ക് ரொம்ப ഇഷ്ടം. ആ ശരി ശരി, ആ ശരി ശരി ശരി. ടേസ്റ്റ് ടേസ്റ്റ് ഊരിലെല്ലാം ഇരിക്ക്. അപ്പോൾ അതാണ് സാധനം കേട്ടോ. കുറച്ച് വാങ്ങി പൊണ്ടാട്ടി കൊണ്ടുവരണം. ദയനീയ അവസ്ഥയാണ്, ദയനീയ അവസ്ഥ.
അതെ ചോട്ടൊക്കെ ചാക്ക് ചാടി കിടക്കും. ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കഴിയണല്ലേ. 10 രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ക്ഷീണമില്ലല്ലോ. ഞാനൊക്കെ വയസ്സായതുകൊണ്ടൊക്കെ എൻ്റെ മാതിരിയല്ലേ, ചെറിയ ചക്കനല്ലേ. നമ്മൾ എൻ്റെ ഒരു വയസ്സാണല്ലേ. അതാ ചെറുക്കന്മാർ അവരിതൊക്കെ പുതിയ മെഷീനല്ലേ, BS6 ഒക്കെ അല്ലേ. എന്നിട്ട് പഴയ എഞ്ചിനല്ലേ. കാണാനൊരു ലുക്കില്ലാന്നുള്ളു. അതാ കോള് വരുന്നുണ്ട്. പണിക്കാരൊന്ന് ലോഡ് ഇറക്കാം, അതിൻ്റെ ആവശ്യമില്ല. പകുതി ചാക്കർ താഴ്ത്താം. അതല്ല ലോഡ് നിൽക്കണത് അത്ര ചെയ്യുന്നു. നമ്മളെ ലോഡൊക്കെ കലയായി, ഫുള്ള് കലയായി. നമുക്ക് കുറേ പണി ഉണ്ടായിരുന്നു, പായ് മടക്കി വെക്കണ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ തണക്കാലം കെട്ടി പായ് കയറൊക്കെ ബോഡിയൊക്കെ എടുത്തിട്ടില്ല. ഇനി കുറേ പണി നമുക്ക് എടുക്കാണ്ട്, നമ്മളതായിട്ടുള്ള പണികൾ. അക്കളത്തിലല്ലേ ഇവിടെ ഇറക്കിയത് നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കട്ടെ വണ്ടി. ഫുള്ള് പൊളി മാർക്കറ്റാണ്, മേട്ടുപ്പാളയം പൊളി മാർക്കറ്റ്. മേട്ടുപ്പാളയം നമ്മളെ കുണ്ടവണ്ടികളൊക്കെ കിടക്കണൊക്കെ അതൊക്കെ ഞാൻ ഒതുക്കണ്ടേ. മേട്ടുപ്പാളയം പൊളി മാർക്കറ്റ്. അപ്പോൾ അതാ ഞങ്ങൾ ഹൈവേയിലൊരു പാർക്കിങ്ങിലെത്തി. അൻ്റെ ചായ കൂടി കഴിഞ്ഞോ? എനിക്ക് ചൂട് വിഷയം, എനിക്ക് ചൂട് വിഷയണ്ടല്ല. നമ്മളിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കരുതിട്ട്. ഇനി പായ് മടക്കി വെക്കണം. ആ പായ് നിർത്തി വെച്ചതാണത്. നമ്മളെ അവിനാശി പാർക്കിങ്ങിലാണ്. ഒന്ന് സീറ്റിംഗ് ആകട്ടെ. അടുത്ത ലോഡ് കയറ്റമായി. അടുത്ത ലോഡ് കയറ്റമല്ലേ. അടുത്തപ്പതാ പുളി നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു അല്ലേ ഓഫീസാ. കയറ് പായ് ഒക്കെ റെഡിയാക്കി. നമുക്ക് അടുത്ത ലോഡ് സെറ്റായിട്ടുണ്ട്. ഈ റോഡിൽ നിന്ന് പോയി തീറ്റ. അപ്പോൾ അത് നാട്ടിൽ തന്നെ. അപ്പോൾ അത് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ടൊന്നും ഇട്ടിട്ടില്ല. കണ്ടാക്കും സുഖമല്ലായിരുന്നു. അവിടുത്തെ ലോഡ് കയറ്റി ഉടനെ എനിക്ക് പനി തുടങ്ങി. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഓഫീസിന് സുഖമില്ലാതായി. അങ്ങനെ ഞങ്ങളൊരു കഥയിൽ പോകുന്നതാണ് ഈ ലോഡ്. ഒരു കഥയാണ് ഈ ലോഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യാത്രാവിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെയാണ്. ഫോൺ എടുക്കാൻ പോയിട്ട് നമുക്ക് നീച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായിരുന്നു. ചെറിയൊരു തല പൊന്തുമ്പോൾ വേഗം ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് വേണ്ട ഓഫീസിന് റെസ്റ്റ് കൊടുക്കും. വീണ്ടും ക്ഷീണിക്കുകയാണെങ്കിൽ നമ്മൾ വേഗം കുറച്ച് കടക്കും. അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാ ലോഡൊക്കെ ഒന്ന് ഇറക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ലോഡ് നമുക്ക് ചെരിഞ്ഞു പട്ടി. അങ്ങനെയൊക്കെ ഒരു കഥയാണ് നമ്മൾ ലോഡ് പ്രാവശ്യത്തെ. അപ്പോൾ നമ്മൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോകൾ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ലൈറ്റ് എടുത്തേ, ബൈ ബൈ പറഞ്ഞാൽ ലൈറ്റ് എടുത്തണം.